Welcome to Vedic IAS Academy, the largest online IAS academy in India, and the only IAS academy which got the Global E-Learning Excellence Award from the UNO. Vedic IAS Academy was training a large number of trainees in the civil service examination. ഞങ്ങൾ ഈ പരീക്ഷയിൽ ഘട്ടം ഘട്ടമായിട്ടാണ് അവരെ സിവിൽ സർവീസിലേക്ക് എത്തിക്കുന്നത്. 7 ഘട്ടങ്ങളായിട്ടാണ്. അതിലാദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് കുട്ടിയുടെ കഴിവുകളെ വികസിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് കുട്ടിയുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക, ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുക, കുട്ടിക്ക് എസ്സേ എഴുതാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക, പ്രസംഗിക്കാൻ പഠിപ്പിക്കുക, പരീക്ഷ എഴുതുമ്പോൾ മാർക്ക് വാങ്ങിക്കാനുള്ള ടെക്നിക്കുകൾ പഠിപ്പിക്കുക തുടങ്ങി ഒരു പരീക്ഷയ്ക്ക് ജയിച്ച് ജീവിതത്തിൽ ഉയരാനുള്ള കഴിവുകൾ വളർത്തിയെടുക്കുന്ന ഒരു പാത്ത് ഫൈൻഡർ എന്ന് പറയുന്ന ഒരു ഘട്ടം അതിൻ്റെ 1ാം ഘട്ടമാണ്. 2ാം ഘട്ടത്തിൽ വരുമ്പോൾ കുട്ടിക്ക് ഒരു സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുകയാണ്. ലോകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഒരു 3 മേഖലകളിലും വിജയം വരിക്കാനുള്ള കഴിവുകൾ ആ കുട്ടിക്ക് നൽകും. ആ കഴിവുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി ആ രംഗത്ത് വിജയിക്കാൻ ഒരു കുട്ടിക്ക് കഴിഞ്ഞാൽ ആ കുട്ടി ലോകത്തെ ജയിച്ചടക്കും. ആൽബർട്ട് ഐൻസ്റ്റൈൻ വലിയ ശാസ്ത്രജ്ഞനായിരുന്നു, പക്ഷെ അദ്ദേഹം നല്ലൊരു സംഗീതജ്ഞനായിരുന്നു. കാരണം ദൈവം ഇങ്ങനെയാണ് കഴിവുകൾ നൽകുക. വേദിക് സിവിൽ സർവീസ് അക്കാഡമിയിൽ വന്ന എല്ലാ കുട്ടികൾക്കും സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി കുട്ടിക്കുള്ള കഴിവുകളെപ്പറ്റി ആ കാൻഡിഡേറ്റിനെയും മാതാപിതാക്കളെയും ധരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്കോളർഷിപ്പിൻ്റെ മേഖലയാണ്. കുട്ടിക്ക് സ്വന്തം കഴിവ് ഉപയോഗിച്ച് വരുമാനമുണ്ടാക്കി അതുകൊണ്ട് പഠിക്കാനുള്ള ഒരു സാഹചര്യം. 4ാമത്തെ ഘട്ടം കുട്ടിയെ ഒരു മിനിമം ക്വാളിഫിക്കേഷനായ സിവിൽ സർവീസ് പരീക്ഷകൾ എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ ഡിഗ്രി എടുപ്പിക്കുക എന്നുള്ളതാണ്. 5ാം ഘട്ടത്തിൽ പരീക്ഷയിലേക്ക് 6 ഗ്രൂപ്പുകളിലായി 568 പരീക്ഷകളിലേക്ക് കുട്ടിയെ തയ്യാറെടുപ്പിക്കുക എന്നുള്ളതാണ്. ഈ 3ാം ഘട്ടം എത്തിയപ്പോൾ ഇത് സിവിൽ സർവീസിന് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമായി റെസ്ട്രിക്റ്റ് ചെയ്യാതെ ലോകത്തുള്ള കുട്ടികൾക്ക് ഈ അറിവ് കൊടുക്കണം എന്ന ഒരു ചിന്തയുണ്ടായി. അവിടെയാണ് മലയാള മനോരമയെ പോലെ കേരളത്തിൽ ഇന്ത്യക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന ഒരു മനോരമ പത്രം. ഞാൻ ആ പത്രത്തിൽ ജോലി ചെയ്തിട്ടുള്ളതാണ്. 1994-ലും 95-ലും IAS 0, IPS 0, IFS 0 എന്നായിരുന്നു കേരളത്തിൻ്റെ സ്കോർ. ആ സമയത്താണ് ഭാഗ്യസ്മരണാർഹനായ മാത്തുക്കുട്ടിച്ചായൻ അന്ന് മലയാള ബാലോത്സവത്തിൻ്റെ ഭാഗമായി സിവിൽ സർവീസ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ആ ക്യാമ്പുകളിൽ പങ്കെടുത്ത നിരവധി കുട്ടികൾ പിന്നീട് സിവിൽ സർവീസുകളിൽ എത്തിച്ചേരുകയും ചെയ്തു. അന്ന് അതിൻ്റെ ഡയറക്ടറായിരുന്നു ഞാൻ. ഇപ്പോൾ മാത്തുക്കുട്ടിച്ചായൻ്റെ അടുത്ത തലമുറ ആ രംഗത്തേക്ക് വന്ന് വേദിക് സിവിൽ സർവീസ് അക്കാഡമിയോടൊപ്പം ചേർന്ന് ഈ വലിയ വെബിനാർ ഇവിടെ ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ഈ സ്കോളർഷിപ്പിനുള്ള ട്രെയിനിങ് വേദിക് സിവിൽ സർവീസ് അക്കാഡമിയിൽ സിവിൽ സർവീസിന് പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും ആ രംഗത്തേക്കുള്ള ഒരു വാതിൽ തുറന്നു കൊടുക്കുകയാണ്. എന്തിനാണ് ഈ സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് നമ്മൾ കുട്ടികൾക്ക് വാതിൽ തുറക്കുന്നത്? അത് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ചില മാതാപിതാക്കൾക്ക് കുട്ടിയെ നല്ലൊരു സ്ഥാപനത്തിൽ വിട്ട് പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടി സ്വന്തം കഴിവ് കൊണ്ട് സ്കോളർഷിപ്പ് നേടിയെടുത്ത് അതുകൊണ്ട് പഠിക്കുന്നു. അപ്പോൾ ആ സ്കോളർഷിപ്പ് കുട്ടിക്ക് തൻ്റെ മികവുകൊണ്ട് നേടിയെടുത്ത് മാതാപിതാക്കൾക്കൊരു ബാധ്യതയാകാതെ പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി, പല കുട്ടികൾക്കും വീടിനടുത്തുള്ള സ്ഥാപനം അത്ര മെച്ചമായൊരു സ്ഥാപനമായിരിക്കുകയില്ല. അങ്ങനെയുള്ളപ്പോൾ വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു സ്ഥാപനത്തിൽ പോയി, ഇന്ത്യക്കകത്തോ വിദേശത്തോ ഉള്ള സ്ഥാപനങ്ങളിൽ പോയി നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനായിട്ട് കഴിയണം. ഈ സ്കോളർഷിപ്പിൻ്റെ പദ്ധതി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായി 4 വ്യക്തികളാണ് ഇന്നും നാളെയുമായി വരുന്നത്. UN സിവിൽ സർവീസിലെ പ്രധാനപ്പെട്ട ഡിസാസ്റ്റർ റിലീഫ് സർവീസിൽ അംഗമായ തുമ്മാരുകുട്ടി അദ്ദേഹം നിങ്ങളോടിപ്പോൾ സംസാരിച്ചു. ജനീവയിലിരുന്നാണ് അദ്ദേഹം സംസാരിച്ചത്. IASലെ ചീഫ് സെക്രട്ടറിയും പിന്നീട് കർണാടകത്തിലെ മന്ത്രിയുമായ ജെ അലക്സാണ്ടർ IAS ആണ് മറ്റൊരു പ്രൊഫഷനിലൂടെ വരുന്നത്. IPS എടുത്ത് DGP റിട്ടയർ ചെയ്ത ഞാൻ
ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. 2 യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായിരുന്ന ബാബു സവാസ് സാറാണ് മറ്റൊരു വ്യക്തി. അപ്പോൾ ഈ 4 വ്യക്തികൾ ചേർന്ന് നിങ്ങൾക്ക് ഒരു വലിയ പ്രപഞ്ചം തുറന്നു തരികയാണ്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് പോയി വിദൂരത്തിലുള്ള പ്രസ്റ്റീജിയസായ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാനും അതിലൂടെ ഉയർന്ന മേഖലകളിൽ എത്തിച്ചേരാനും കഴിയും. മൂന്നാമതായി, ഭൂരിപക്ഷം കുട്ടികൾക്കും എന്തൊക്കെയാണ് അവരുടെ മുമ്പിലുള്ള അവസരങ്ങളെന്ന് അറിയാൻ വയ്യ. കാരണം അവരുടെ മാതാപിതാക്കൾക്ക് അത്ര വലിയ അറിവുള്ളവരല്ല. അവർ പത്രത്തിലൊക്കെ വരുന്ന ചെറിയ വിവരങ്ങളും നെറ്റിനകത്ത് കയറിയുള്ള ചെറിയ വിവരങ്ങളുമൊക്കെ അവർക്ക് ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിനുള്ള പ്രൊസീജിയർ എന്താണ്, ഇതൊന്നും ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു മാതാപിതാക്കൾക്ക് മനസ്സിലാവണമെന്നില്ല. ഇനി ഒരു റൂറൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ അധ്യാപകർക്കും ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമല്ല. അപ്പോൾ ആ വിവരങ്ങൾ കുട്ടിയുടെ അടുത്ത് എത്തിച്ചാൽ മാത്രമേ കുട്ടിക്ക് ആ മത്സരത്തിൽ മത്സരിക്കാനും ആ സ്കോളർഷിപ്പ് നേടിയെടുക്കാനും പറ്റുകയുള്ളൂ. ഇന്ന് വേദിക് IAS അക്കാഡമി മലയാള മനോരമയും ചേർന്ന് ലോകത്തിൽ നിലവിലുള്ള വലിയ സ്കോളർഷിപ്പുകളുടെ ഒരു പ്രപഞ്ചം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. 533 യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന സ്കോളർഷിപ്പുകളുണ്ട്. അത് 50,000 തൊട്ട് തുടങ്ങി 5 കോടി വരെയുള്ളൊരു സ്കോളർഷിപ്പുകളാണ് അവിടെയുള്ളത്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് 2.5 കോടിയുടേതാണ്. ഹാർവാർഡിലൊക്കെ പോകുമ്പോൾ അതിലും വലിയ തുകകളാണ് കിട്ടുക. അതുപോലെ 280ഓളം സ്കോളർഷിപ്പുകൾ മൾട്ടിനാഷണൽ കമ്പനീസ് നടത്തുന്നതാണ്. ഇന്ത്യയിൽ തന്നെ ടാറ്റയുടെ സ്കോളർഷിപ്പിന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അവർ നിരവധി സ്കോളർഷിപ്പുകളാണ് കൊടുക്കുന്നത്. ആഗാഖാൻ സ്കോളർഷിപ്പിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആഗാഖാൻ ഇങ്ങനെ നിരവധി സ്കോളർഷിപ്പുകളാണ് കൊടുക്കുന്നത്. അങ്ങനെ മൾട്ടിനാഷണൽ കമ്പനീസ്, വിദേശത്തുള്ള ഫോർഡ് ഫൗണ്ടേഷനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ബിൽ ഗേറ്റ്സിൻ്റെ ഫൗണ്ടേഷനെ പറ്റി കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള മൾട്ടിനാഷണൽ കമ്പനീസ് നൽകുന്ന സ്കോളർഷിപ്പ് 280 എണ്ണമാണ്. ഗവൺമെൻറ്റുകൾ നേരിട്ട് കൊടുക്കുന്ന സ്കോളർഷിപ്പുണ്ട്. അത് 47 സ്കോളർഷിപ്പുകളാണ് ഗവൺമെൻറ്റുകൾ നേരിട്ട് കൊടുക്കുന്ന സ്കോളർഷിപ്പ്. ഇനി സ്ത്രീ വിമോചനത്തിൻ്റെ ഭാഗമായി സ്ത്രീകൾക്ക് മാത്രമായി കൊടുക്കുന്ന സ്കോളർഷിപ്പ് 6 എണ്ണമാണ് വിദേശ യൂണിവേഴ്സിറ്റികളിൽ ഉൾപ്പെടെ. പിന്നെ മറ്റ് പല ഘട്ടങ്ങളിലായി പലരും കൊടുക്കുന്ന സ്കോളർഷിപ്പുണ്ട്. മിസലീനിയസ് നമ്മൾ സാറിന് പറയാറുണ്ട്. അതൊരു 25 സ്കോളർഷിപ്പുണ്ട്. എല്ലാം കൂടി ഒരു 900 സ്കോളർഷിപ്സാണ് ഇന്ന് ഒരു ആവറേജ് വിദ്യാർത്ഥിക്ക് എഴുതാൻ കഴിയുന്ന സ്കോളർഷിപ്പുകൾ. ആ സ്കോളർഷിപ്പുകളെ പറ്റി നമ്മൾ എടുക്കുമ്പോൾ ഒരു വർഷം ഒരു 30,000 കുട്ടികൾക്കെങ്കിലും സ്കോളർഷിപ്പ് നേടാനുള്ള അവസരം ഇന്ന് ലഭ്യമാണ്. ആ അവസരങ്ങളെപ്പറ്റി ഒരു സാധാരണ കുട്ടിക്ക് അറിയാൻ വയ്യ. ഡൽഹിയിലും ബോംബെയിലൊക്കെ ഉള്ള കുട്ടികൾക്ക് അറിയാൻ പറ്റും. പക്ഷേ സാധാരണ ഒരു കുട്ടിക്ക് അറിയാൻ പറ്റിയല്ല. പക്ഷേ അത് അറിഞ്ഞിരുന്നുവെങ്കിൽ മത്സരിക്കാനും അങ്ങനെ വലിയ നിലകളിൽ എത്തിച്ചേരാൻ കുട്ടി കഴിയും. അത് കഴിയാത്തതുകൊണ്ട് അവർ മലയാളത്തിൽ പറയുന്ന പോലെ കാട്ടിൽ വിരിഞ്ഞ പൂക്കളാണ്, വനകുസുമങ്ങളാണ്. അവരുടെ സൗന്ദര്യമോ അവരുടെ സുഗന്ധമോ കാട്ടിലെ വണ്ടുകൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ആ കുട്ടി ജീവിതത്തിൽ ഉയരാതെ വനകുസുമങ്ങളായി നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. ആ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി വലിയ നിലകളിലെത്തും. നിങ്ങൾ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. നെപ്പോളിയൻ ബോണപ്പാർട്ട് കോഴ്സിക്ക എന്ന ദ്വീപിൽ ജനിച്ച ഒരാളായിരുന്നു. നെപ്പോളിയൻ വയറിൽ കിടക്കുന്ന 6 മാസം വയറ്റിലുള്ളപ്പോഴാണ് ഫ്രഞ്ചുകാർ കോഴ്സിക്ക പിടിച്ചടക്കുന്നത്. ആ കോഴ്സിക്കയ്ക്കെതിരെ പാവോളിയുടെ നേതൃത്വത്തിൽ വലിയൊരു വിപ്ലവം ഉണ്ടായി. വിപ്ലവം ഫ്രഞ്ചുകാർ അടിച്ചമർത്തി. അന്ന് നെപ്പോളിയൻ്റെ അച്ഛനും അമ്മയും ആ വിപ്ലവത്തിൽ പങ്കെടുത്തവരാണ്. അവസാനം ഫ്രഞ്ച് സൈന്യം വിപ്ലവകാരികളെ ഓടിച്ചു. കാട്ടിലോട്ട് ഓടിച്ച് ഒരു പർട്ടിക്കുലർ ജംഗ്ഷനിലെത്തിയപ്പോൾ നെപ്പോളിയൻ്റെ അപ്പനും അമ്മയും ഇടത്തോട്ട് പോയി, ഫ്രഞ്ച് സൈന്യം വലത്തോട്ട് പോയി. തലനാരിഴയ്ക്ക് അവർ രക്ഷപ്പെട്ടു. 3 മാസം കഴിഞ്ഞ് കുട്ടിയെ പ്രസവിച്ചപ്പോൾ അമ്മ പേരിട്ടു നെപ്പോളിയോൺ, ഫ്രഞ്ചുകാരോട് പ്രതികാരം ചെയ്യുന്നവൻ. കോഴ്സിക്ക ഫ്രഞ്ചുകാരുടെ ഭാഗമായതുകൊണ്ട് മാത്രം നെപ്പോളിയന് ഫ്രഞ്ച് മിലിറ്ററി അക്കാഡമിയിൽ പഠിക്കാൻ പറ്റി. അദ്ദേഹം ഫ്രഞ്ച് സൈന്യത്തിൽ ചേരാൻ പറ്റി. സർവ്വസൈന്യാധിപനായി, ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി.
കോഴ്സിക്ക സ്വതന്ത്ര ദ്വീപായി തുറന്നിരുന്നുവെങ്കിൽ നെപ്പോളിയൻ ആരാകുമായിരുന്നു? ഒന്നും ആവില്ല. ചെറിയ ഒരു കോഴ്സിക്കയിൽ എന്തെങ്കിലുമൊക്കെ സ്ഥാനം വഹിച്ച് അവർ നഷ്ടപ്പെട്ടു പോയിനായിരുന്നു. ജപ്പാൻ്റെ ചരിത്രം തിരിച്ചുവിട്ട ഹിഡയോഷി ഇയേസു അതൊരു കാട്ടുജാതിക്കാരനായിരുന്നു. രാജാവിന് കുരങ്ങിൻ്റെ ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അദ്ദേഹം വനത്തിൽ വന്നു. പല കുരങ്ങനും അമ്പയച്ചു. ഒരു കുരങ്ങനും അമ്പയേറ്റില്ല. തള്ളുന്ന രാജാവ് ഒരു പാറപ്പുറത്തിരിക്കുമ്പോൾ കാട്ടുജാതിക്കാർ കാണാൻ വന്നു. ഈ ഹിഡയോഷി ചെറുപ്പത്തിലെ ഒരു വിരൂപനായിരുന്നു. ജനം കളിയാക്കി വിളിച്ചിരുന്നു, കുരങ്ങ എന്ന് വിളിച്ചിരുന്നു. രാജാവ് ഇങ്ങനെ തലവൊക്കെ നോക്കിയിട്ട് ഹിഡയോഷിയോട് നീഞ്ഞു വേടാന്ന് പറഞ്ഞു. ഞാനൊരു ജീവനുള്ള കുരങ്ങനെ പിടിക്കാൻ വന്ന, കുരങ്ങനെ കിട്ടിയില്ല. നിന്നെ കണ്ടിട്ടൊരു കുരങ്ങനെ പോലെ ഉണ്ട്, വരാൻ പറഞ്ഞു. ആ പയ്യനെ കൊണ്ടുപോയി. അവൻ പട്ടാള ക്യാമ്പിൽ കിടന്ന് കളിച്ച് വളർന്നു. അവൻ പട്ടാളക്കാരനായി, സർവ്വസൈന്യാധിപനായി, പ്രധാനമന്ത്രിയായി. ഞാൻ 2 ഉദാഹരണം പറഞ്ഞു തരാമെന്ന് ചോദിച്ചാൽ, അവസരം കിട്ടിയിരുന്നുവെങ്കിൽ, സ്കോളർഷിപ്പ് കിട്ടിയിരുന്നുവെങ്കിൽ ലോകം ജയിച്ചടക്കുന്ന മഹാന്മാരാകേണ്ട ഒരുപാട് പേർ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ വനകുസുമങ്ങളായി അവസാനിക്കുകയാണ്. ഇത് അവസാനിപ്പിക്കണമെന്ന് വേദിക IAS അക്കാഡമിയും മലയാള മനോരമയും കൂടി തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ ഗവേഷണം നടത്തി 20,000-30,000-ഓളം സ്കോളർഷിപ്പുകൾ, 900-ഓളം ടൈപ്പ് ഓഫ് സ്കോളർഷിപ്സിൻ്റെ വിവരങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ആ വിവരങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടുമാകുമായിരുന്നില്ലാത്ത അവസരങ്ങൾ നിങ്ങൾക്ക് ഒരുങ്ങിക്കിട്ടുന്നു. അതിലൂടെ നിങ്ങൾ വലിയ നിലകളിൽ എത്തിച്ചേരും. 4-മതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പിതാവ് ഉൾപ്പെടെ നിരവധി പേർ സ്കോളർഷിപ്പ് കിട്ടിയതുകൊണ്ട് മാത്രം ലോകത്തിൽ വലിയ ആളുകളായതാണ്. മഹാത്മാഗാന്ധിക്ക് സ്കോളർഷിപ്പ് കിട്ടി. അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി ബാറക് ലോയ്ക്ക് പഠിച്ചു. വക്കീൽ രംഗത്ത് അദ്ദേഹം വലിയ ശോഭിച്ചില്ല. പക്ഷേ അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിലെത്തി. അദ്ദേഹം രാഷ്ട്രപിതാവായി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സമർത്ഥനായ കുട്ടിയായിരുന്നു. പക്ഷേ ഹാരോ സ്കൂളിൽ അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് കിട്ടി. അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു. അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രശില്പിയായ 1-മത്തെ പ്രധാനമന്ത്രിയായി മാറി. നമ്മുടെ പ്രഗത്ഭരായ പല ദേശീയ നേതാക്കന്മാരും ഇങ്ങനെ സ്കോളർഷിപ്പ് കിട്ടി ആ രംഗത്തെത്തിയിട്ടുള്ളതാണ്. നമ്മളെപ്പോഴും അഭിമാനത്തോടെ ഓർക്കുന്ന ആളാണ് BR അംബേദ്കർ. മഹർ ജാതിയിൽപ്പെട്ട പട്ടാള ഗ്രൂപ്പിലെ ഒരു സുബേദാർ റാങ്കിലുള്ള ഒരാളിൻ്റെ മകനാണ്. പഠിക്കാൻ മിടുക്കനായിരുന്നു. പക്ഷേ സ്കൂളിലെ ബെഞ്ചിൽ പോലും ഇരുത്താതെ തറയിൽ ഇരുത്തുകയായിരുന്നു ആ കുട്ടിയെ, ജാതി കാരണം. ആ കുട്ടിയുടെ സാമർഥ്യം കണ്ടിട്ട് ബറോഡ രാജാവ് ആ കുട്ടിക്കൊരു സ്കോളർഷിപ്പ് കൊടുത്തു. അംബേദ്കർ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ചു. ആ ബുദ്ധിശക്തി ഉപയോഗിച്ച് നാം കണ്ട മഹാനായ അംബേദ്കറായി, നമ്മുടെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറായി മാറി. നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണനെ പറ്റി മുമ്പൊരിക്കൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്ലർക്കായി അവസാനിക്കേണ്ട ഒരാൾ അദ്ദേഹത്തിന് ടാറ്റ സ്കോളർഷിപ്പ് കൊടുത്തു. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയി ഹരോൾഡ് ലാസ്കിയുടെ ശിഷ്യനായി. തിരിച്ചു വന്ന് IFS നേടി ഇന്ത്യയുടെ രാഷ്ട്രപതി വരെ എത്തിച്ചേർന്നു. അപ്പോൾ ഇതുപോലെ ഈ സ്കോളർഷിപ്പുകൾ മനുഷ്യൻ്റെ അവസരങ്ങൾ വഴിതിരിച്ച് വിടുകയാണ്. നമുക്ക് നോബൽ സമ്മാനം കിട്ടി മഹൽ വ്യക്തികളായ പലരുടെയും പേരുകൾ നമ്മൾ ഓർത്തിരിക്കുന്നു. ഇവരൊക്കെ നോബൽ സമ്മാനം കിട്ടുന്ന ശാസ്ത്രജ്ഞന്മാരായത് എങ്ങനെയാണ്? സ്കോളർഷിപ്പ് കൊണ്ടാണ്. ഹർഗോവിന്ദ് ഖൊറാന ഡൽഹിയിൽ ഒരു ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിനൊരു സ്കോളർഷിപ്പ് കിട്ടി അമേരിക്കയിൽ പോയി പഠിക്കാൻ. അമേരിക്കയിൽ പോയി പഠിച്ച് ജെനറ്റിക്സിൽ അത്ഭുതം കാണിച്ച് നോബൽ സമ്മാനവും കൊണ്ട് ഇന്ത്യക്ക് പ്രശസ്തി ഉണ്ടാക്കി. മഹാനായ ശാസ്ത്രജ്ഞനായ ചന്ദ്രശേഖർ, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ CV രാമൻ ആയതുകൊണ്ടല്ല അദ്ദേഹം ഈ രീതിയിലെത്തിയത്. അദ്ദേഹത്തിനൊരു സ്കോളർഷിപ്പ് കിട്ടി അമേരിക്കയിൽ പോയി അസ്ട്രോണമിയിൽ പഠിച്ച് അദ്ദേഹം നോബൽ സമ്മാനാർഹനായി തിരിച്ചു വന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് എക്കണോമിക്സ് നോബൽ സമ്മാനം കിട്ടി ബാനർജി. അദ്ദേഹം ബംഗാളിലെ സ്കൂളിലും കോളേജിലും പഠിച്ചു വിട്ടിരുന്നിരുന്നുവെങ്കിൽ നാം കാണുന്ന നോബൽ സമ്മാനം ജേതാവാകുമോ? ഇല്ല. അദ്ദേഹത്തിന് അമേരിക്കയിൽ പോയി പഠിക്കാൻ അവസരം കിട്ടി. യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് നോബൽ സമ്മാനം നേടി തിരിച്ചു വരുന്ന വ്യക്തിയായി മാറി. ECG സുദർശൻ നോബൽ സമ്മാനം കിട്ടിയില്ല. പക്ഷേ ടാക്യോൺസ് എന്ന കണ്ടുപിടുത്തത്തിലൂടെ വാനശാസ്ത്രത്തിൻ്റെ ഗതി മാറ്റി ഒഴുക്കി. അദ്ദേഹത്തിനൊരു സ്കോളർഷിപ്പ് കിട്ടി പഠിക്കാൻ പോയതുകൊണ്ടാണ് അദ്ദേഹം ഈ രീതിയിൽ എത്തിച്ചേർന്നത്. ഞാൻ ഈ 5-8 പേരുടെ ഉദാഹരണം പറഞ്ഞത് എന്നെ കേൾക്കുന്ന ഏത് കുട്ടിക്കും
വേദിക് IAS അക്കാഡമിയോടും മലയാള മനോരമയോടും ചേർന്ന് നിന്നാൽ ഇതുപോലൊരു സ്കോളർഷിപ്പ് നേടി വിദേശത്ത് പോയി നാം ഈ ആരാധനയോട് കാണുന്ന ഈ മഹൽ വ്യക്തികളുണ്ടല്ലോ, അവരെപ്പോലെ നിങ്ങൾക്കും ആയിത്തീരാൻ പറ്റും. അത് ഈശ്വരൻ ഒരുക്കിത്തന്ന ഒരു വലിയ അവസരം എന്ന് നിങ്ങൾ കരുതുക. അഞ്ചാമതായിട്ട്, നമുക്കൊരു പ്രസ്റ്റീജിയസായ ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കാൻ കഴിയുമ്പോഴാണ് ആ രീതിയിലുള്ള ഉയർച്ച നമുക്കുണ്ടാകുന്നു. എനിക്ക് മുമ്പ് ഇവിടെ നിങ്ങളെ അഡ്രസ്സ് ചെയ്ത തുമ്മാരുകുട്ടി അദ്ദേഹത്തിന് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പറ്റി, വിദേശത്ത് പോയി പഠിക്കാൻ പറ്റി, സ്കോളർഷിപ്പ് കിട്ടി. അതിലൂടെ നാം കാണുന്ന UN സിവിൽ സർവീസിലെ ഡിസാസ്റ്റർ റിലീഫിൻ്റെ ചീഫായ നിലയിൽ വരെ അദ്ദേഹം എത്തിച്ചേർന്നു. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വഴി തുറക്കാനുള്ള ഒരു അത്ഭുതമാണ് ഇന്ന് ഈ സെമിനാറിലൂടെ നിങ്ങൾക്ക് തുറന്നു തരുന്നത്. ഈ വലിയ അവസരം പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. ഇനി ഒരു സ്കോളർഷിപ്പിലേക്ക് നിങ്ങൾ വരുമ്പോൾ, വേദിക് IAS അക്കാഡമിയിൽ സിവിൽ സർവീസ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പ് നേടാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷേ ഇവിടെ സിവിൽ സർവീസിന് പഠിക്കാത്ത കുട്ടികൾക്കും രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും വിദേശത്തിരുന്നാലും നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിലേക്കുള്ള കർമ്മ പദ്ധതി ഒരുക്കി തരുകയാണ്. ഇതാദ്യമായി നിങ്ങൾ 2 തരത്തിൽ മനസ്സിലാക്കണം. ഒന്ന്, സ്പെഷ്യലൈസ്ഡ് സ്കോളർഷിപ്സ്. എല്ലാ സ്കോളർഷിപ്പും എല്ലാവർക്കും ഉള്ളതല്ല. സ്ത്രീകൾക്ക് മാത്രമുള്ള സ്കോളർഷിപ്പുകളുണ്ട്, പുരുഷന്മാർക്ക് അപ്ലൈ ചെയ്യാനൊക്കെയല്ല. സ്പോർട്സ്മാൻമാർക്ക് മാത്രമുള്ള സ്കോളർഷിപ്പുണ്ട്, സ്പോർട്സ്മാൻമാരല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയല്ല. ഒളിമ്പിയാഡ് സ്കോളർഷിപ്പൊന്നും ബാക്കിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയല്ല. SC ST വിഭാഗപ്പെട്ടവർക്ക് മാത്രമുള്ള സ്കോളർഷിപ്പുണ്ട്, ബാക്കിയുള്ള നോൺ റിസർവ്ഡ് കമ്മ്യൂണിറ്റീസിന് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റിയല്ല. മൈനോറിറ്റീസിന് മാത്രമുള്ള സ്കോളർഷിപ്സ് ഉണ്ട്. ഇന്ത്യയിലെ മൈനോറിറ്റീസ്, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം, ഇങ്ങനെ മൈനോറിറ്റീസിന് മാത്രം അപേക്ഷിക്കാവുന്ന സ്കോളർഷിപ്പുകളുണ്ട്. അപ്പോൾ കാറ്റഗറി വൈസ് ഇത് മനസ്സിലാക്കാൻ പറ്റിയിരിക്കണം. നിങ്ങൾ ഓരോരുത്തരും ഇതിൽ ഏത് സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയാണ്, ഏത് സെക്ഷനാണെന്ന് നമുക്ക് അറിയാൻ ഒക്കത്തില്ല. നിങ്ങൾ ആ സെക്ഷൻ്റെ മത്സരത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കവിടെ റിസർവേഷനുണ്ട്. ആ കാറ്റഗറി മാത്രമേ അവിടെ മത്സരിക്കുന്നുള്ളൂ. അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് ആ സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ പറ്റും. ഇനി ബിലോ പോവർട്ടി ലൈനുള്ള കുട്ടികൾക്കായി സ്പെഷ്യൽ സ്കോളർഷിപ്പുണ്ട്. 2 ലക്ഷം രൂപ വരെ വരുമാനമുള്ള കുട്ടികൾക്കായി സ്കോളർഷിപ്പുണ്ട്. 5 ലക്ഷം രൂപ വരെ വരുമാനമുള്ള കുട്ടികൾക്കായി സ്കോളർഷിപ്പുണ്ട്. അതായത് വരുമാനം കുറഞ്ഞ ആളുകൾക്കായി സ്കോളർഷിപ്പുകൾ നൽകപ്പെട്ടിരിക്കുന്നു. ഈ സ്കോളർഷിപ്പ് ഏത് കാറ്റഗറിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി സ്കോളർഷിപ്പുകൾ തന്നെ പല വിധത്തിലുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് പഠിക്കാൻ പോവുക, പഠിച്ചിട്ട് തിരിച്ചു വരിക. അത് ഒരു ടൈപ്പ് ഓഫ് സ്കോളർഷിപ്പാണ്. ഇനി രണ്ടാമത്തെ തരം സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള ആ ഏജൻസിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്കോളർഷിപ്പാണ്. വളരെ സമർത്ഥനായ ഒരു കുട്ടിയാണെങ്കിൽ, ഉദാഹരണത്തിന് കേരളത്തിലെ ISROയുടെ എൻജിനീയറിങ്ങിന് നിങ്ങൾ മത്സരിച്ചാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ISROയിൽ തന്നെ ശാസ്ത്രജ്ഞനായി ജോലി ചെയ്യാം. നിങ്ങൾക്കതിൻ്റെ മേലറ്റം വരെ എത്തിച്ചേരാൻ പറ്റും. പ്യുവർ സയൻസിൻ്റെ സ്കോളർഷിപ്പുകളുണ്ട്. അത് നിങ്ങൾ മത്സരിച്ചാൽ നിങ്ങൾക്ക് ആ പ്യുവർ സയൻസ് സ്കോളർഷിപ്പോട് കൂടി ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ജർമ്മനിയിലോ പോയി പഠിച്ച് നിങ്ങൾക്ക് ആ പ്യുവർ സയൻറ്റിസ്റ്റായി മാറാൻ ആ സ്കോളർഷിപ്പ് സഹായിക്കും. ഇനി മറ്റൊരു തരം സ്കോളർഷിപ്പ് സ്റ്റഡി ആൻഡ് മൈഗ്രേറ്റ് എന്ന് പറയുന്നതാണ്. നിങ്ങൾ പഠിച്ചിട്ട് തിരിച്ചു വരാൻ ആ സ്കോളർഷിപ്പ് എന്ന ഏജൻസി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ ആ രാജ്യത്തേക്ക് അവിടുത്തെ പൗരനായി അങ്ങ് സ്വീകരിക്കുകയാണ്. ഇന്ത്യക്കാരനെന്ന് അഭിമാനിക്കുന്ന ഞാൻ, നിങ്ങളാരും ഇന്ത്യക്കാരല്ലാതാവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ബ്രെയിൻ ഡ്രെയിൻ അങ്ങോട്ട് പോകുന്നതിന് പകരം ബ്രെയിൻ ഡ്രെയിൻ തിരിച്ച് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിലേക്ക് വരണം എന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നല്ലൊരു പങ്ക് കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് നേടി പഠിച്ച ശേഷം ആ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടുത്തെ സിറ്റിസൻസായി ഇരിക്കാൻ പറ്റും. അവിടെയാണ് ചില രാജ്യങ്ങൾ ജനസംഖ്യ കുറവാണ്, ഇഷ്ടംപോലെ സ്ഥലം. കാനഡ 95 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്, ഇന്ത്യയുടെ 3 ഇരട്ടിയാണ് സ്ഥലം. പക്ഷേ ആകെ 3 കോടി ജനങ്ങളേ ഉള്ളൂ. കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കുറവാണ്. അപ്പോൾ അവർക്ക് ആ രാജ്യം എക്കണോമിക്കലാക്കണമെങ്കിൽ അവർക്ക് മിനിമം 2 കോടി ആളുകളെങ്കിലും വേണമെന്നാണ് അവർ ഡെമോഗ്രാഫിക്കലി കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് വൻ തോതിലുള്ള കുടിയേറ്റം നടക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ കാനഡയിൽ പഠിക്കാൻ പോയാൽ
സ്റ്റഡി ആൻഡ് ദെൻ മൈഗ്രേറ്റ്. നിങ്ങളെ അവിടെ കാനഡയുടെ സിറ്റിസൻസ് ആക്കും. നിങ്ങൾക്ക് അവിടെ താമസിച്ച് അവിടുത്തെ സിറ്റിസനായി ജീവിച്ച് മരിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ നീളനടത്തിലുള്ള പാസ്പോർട്ട് മാറി കാനഡയുടെ കളറുള്ള പാസ്പോർട്ടാവും. അടുത്ത പ്ലെയിനെ കയറിയാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ കല്യാണത്തിന് ഇവിടുത്തെ മാമോദിസയ്ക്കും എല്ലാം നിങ്ങൾക്ക് പങ്കെടുക്കാം, ഒരു കുഴപ്പമില്ല. പാസ്പോർട്ടിൻ്റെ കളറ് മാറുമെന്നുള്ളൂ. ഓസ്ട്രേലിയ 76 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്, ഇന്ത്യയുടെ 2.5 ഇരട്ടിയാണ്. പക്ഷേ ജനസംഖ്യയോ 3 കോടിക്ക് താഴെയുള്ളൂ. അവർക്കൊരു 1.5 കോടി ജനങ്ങളെ വേണം. എവിടുന്ന് കൊണ്ടുവരും? ഓസ്ട്രേലിയയും ഇന്ത്യക്കാരെ പ്രിഫർ ചെയ്യുന്നു. കാരണം എന്താണ്? ഇംഗ്ലീഷ് സംസാരിക്കും. ബ്രിട്ടീഷ് കോമൺവെൽത്തിൻ്റെ ഭാഗമായ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ടൊരു കോമൺ കൾച്ചറിൽ ഒരു 150 വർഷം ഉണ്ടായിരുന്ന രാജ്യമായതിനാൽ ഇന്ത്യയിൽ നിന്ന് വലിയ തോതിലുള്ള മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളും ഈ കാറ്റഗറിയിൽ പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്കോളർഷിപ്പ് നേടിയെടുത്താൽ നിങ്ങൾക്ക് സ്റ്റഡി വിത്ത് സ്കോളർഷിപ്പ് ആൻഡ് മൈഗ്രേറ്റ്, യു ക്യാൻ മൈഗ്രേറ്റ് ടു ദറ്റ് കൺട്രി. അത് മറ്റൊരു തരത്തിലുള്ള സ്കോളർഷിപ്പാണ്. അത് മൈഗ്രേഷൻ ഓൾസോ ഈസ് പാർട്ട് ഓഫ് ദറ്റ് സ്കോളർഷിപ്പ്. ഇനി നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ ഏത് രാജ്യത്തെ സ്കോളർഷിപ്പ് എടുക്കണം എന്ന് തീരുമാനിക്കണം. കാറ്റഗറി ഓഫ് സ്കോളർഷിപ്പ് ഫിക്സ് ചെയ്യുമ്പോൾ ഇപ്പോൾ ചൈനയിലോട്ട് ഒരുപാട് സ്കോളർഷിപ്പുണ്ട്, 5-8 സ്കോളർഷിപ്പുണ്ട്. പക്ഷേ ചൈനയിൽ പോയി പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? യൂറോപ്പിലെ സ്കോളർഷിപ്പുകൾ വളരെ കോസ്റ്റ്ലിയാണ് അവിടുത്തെ ജീവിതം. അതുകൊണ്ട് സ്കോളർഷിപ്പ് കൊണ്ട് മാത്രം സർവ് ചെയ്യാൻ പറ്റിയില്ല. ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് കുറച്ച് വരുമാനം ഉണ്ടാക്കിയെങ്കിലേ ഈ പഠനം പൂർത്തിയാക്കാൻ പറ്റും. അപ്പോൾ സ്റ്റഡി, വർക്ക് ആൻഡ് ദെൻ കണ്ടിന്യൂ വിത്ത് ദ കോഴ്സ്, അതാണ് ഇവിടുത്തെ പരിപാടി. അപ്പോൾ അങ്ങനെയുള്ളതിന് പോകാൻ തയ്യാറുണ്ടോ? ചെറിയ ജോലികളൊക്കെ ചെയ്ത് അവിടെ വർക്ക് ചെയ്യാൻ തയ്യാറുണ്ടോ? മറ്റു ചില രാജ്യങ്ങൾ അഗ്രികൾച്ചറായിട്ട് എക്സ്പാൻഡ് ചെയ്യണം. ഉദാഹരണത്തിന് ബ്രസീൽ 95 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, ഇന്ത്യയുടെ 3 ഇരട്ടിയുണ്ട്. പക്ഷേ ജനസംഖ്യ എല്ലാം കൂടെ ഒരു 16 കോടിയേ ഉള്ളൂ. അവർക്ക് ഒരു 4-5 കോടിയും കൂടെ വേണം അവർക്ക് ജനസംഖ്യ ആ രാജ്യത്തൊന്ന് പ്രോഫിറ്റബിളായിട്ട് ഉപയോഗിക്കാം. പക്ഷെ അവരൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികൾക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ക്രിസ്ത്യാനിക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിയമമുള്ള രാജ്യങ്ങൾ എന്തൊക്കെയാണ്, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി മറ്റു ചില രാജ്യങ്ങൾ കോമൺവെൽത്ത് സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള സ്കോളർഷിപ്പുകളാണ്. 68 രാജ്യങ്ങളായിരുന്നു ബ്രിട്ടീഷ് എംപയറിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ആ ബ്രിട്ടീഷ് എംപയറിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളിലെ കോമൺവെൽത്ത് സ്കീം, അതിന് നിങ്ങൾ പോയാൽ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ 68 രാജ്യങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന രാജ്യങ്ങളാണ്. നിങ്ങളുടെ ഇംഗ്ലീഷ് നോളജ് കൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ മറ്റു ചില രാജ്യങ്ങളിൽ പോയാലോ നിങ്ങൾക്ക് ആ ഭാഷയിൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. റഷ്യയിൽ പോയാൽ നിങ്ങൾ റഷ്യൻ ഭാഷ 1 കൊല്ലം കൊണ്ട് പഠിച്ച് റഷ്യൻ ഭാഷയിൽ അവിടെ പഠിക്കണം. ജർമ്മൻ സ്കോളർഷിപ്പ് നേടി ജർമ്മനി പോയാൽ നിങ്ങൾ 1 കൊല്ലം കൊണ്ട് ജർമ്മൻ ഭാഷ പഠിച്ചിട്ട് ജർമ്മൻ ഭാഷ വേണം ആ കോഴ്സ് അണ്ടർഗോ ചെയ്യാൻ. അപ്പോൾ 1 കൊല്ലം നിങ്ങൾ ആ ഭാഷ പഠിക്കാൻ ചിലവഴിച്ചെങ്കിലേ അവിടെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഭാഷകൾ പഠിക്കണം. ഫ്രാൻസിൽ പോയാൽ ഒരുപാട് സ്കോളർഷിപ്പുണ്ട്. പക്ഷേ ഫ്രാൻസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയാവുന്ന ഫ്രഞ്ചുകാരനാണെങ്കിൽ പോലും അവൻ ഫ്രഞ്ചിലേ സംസാരിക്കുള്ളൂ. കറങ്ങിപ്പോവും. പിന്നെ കരഞ്ഞു വിളിച്ചവൻ്റെ കാലെ പിടിക്കണം. മേനെ സറാന കൊമ്പ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് എന്ന് ഫ്രഞ്ചിലങ്ങ് പറഞ്ഞാൽ കുറച്ച് ഫ്രഞ്ചുകാർക്കെങ്കിലും ഒരു ദയ വരും. അല്ലാത്തവൻ മേനെ സറാന കൊമ്പ പറഞ്ഞാൽ അവൻ അനങ്ങയില്ല. പക്ഷേ ഈ ഭാഷ പഠിച്ചിട്ട് ആ ശാസ്ത്രം പഠിക്കാൻ പോകണമെങ്കിൽ 1 കൊല്ലം എക്സ്ട്രാ നിങ്ങൾക്ക് ചിലവാകും. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സിന് പോകണോ? ഇത് നിങ്ങൾ തീരുമാനിക്കണം. തീരുമാനിച്ചിട്ട് വേണം ഏത് രാജ്യത്തെ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത് തീരുമാനിക്കും. അപ്പോൾ ഈ സ്കോളർഷിപ്പ് സെലക്ട് ചെയ്യുമ്പോൾ കിട്ടാൻ എളുപ്പമുള്ള സ്കോളർഷിപ്പ് ഏതാണ്, കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്കോളർഷിപ്പ് ഏതാണ്, അത് നിങ്ങൾ കണ്ടെത്തണം. ഉദാഹരണത്തിന് ഇന്ത്യക്കാർക്ക് വേണ്ടി റിസർവ് ചെയ്ത സ്കോളർഷിപ്പുകളുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ 5 സീറ്റ് ഇന്ത്യക്കാർക്ക് മാറ്റി വെച്ചിരിക്കുന്നു. 3 പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്താൽ അഡ്മിഷൻ ഉറപ്പാണ്. കാരണം ഇന്ത്യക്കാർക്കുള്ള കോട്ടായിലുള്ള 5 എണ്ണം, ആ 5 എണ്ണത്തിനകത്ത് വേക്കൻസി നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. മൈനോറിറ്റീസിന് വേണ്ടി മാത്രമുള്ളൊരു സ്കോളർഷിപ്പ് 22 സീറ്റുണ്ട്, 20 പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. മൈനോറിറ്റിപ്പെട്ട നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് കിട്ടും. കാര്യം കോട്ട ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി ആളിനെ അവർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അഡ്മിഷൻ ഉറപ്പാണ്. അപ്പോൾ കിട്ടാൻ എളുപ്പമുള്ള സ്കോളർഷിപ്പ് ഏതാണ്, കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്കോളർഷിപ്പ് ഏതാണ്, ഇത് നിങ്ങൾ മനസ്സിലാക്കണം.
ഇനി നിങ്ങൾ പഠിച്ച സ്കൂളിലെയോ കോളേജിലെയോ മാർക്ക് ലിസ്റ്റ് വെച്ച് മെറിറ്റ് ഫിക്സ് ചെയ്യുന്ന സ്കോളർഷിപ്പുണ്ട്. അതൊരു കാറ്റഗറി. രണ്ടാമതൊരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിനേഷൻ വെക്കും. ആ റിട്ടേൺ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയൊക്കെ ചെയ്യുന്ന റിട്ടേൺ എക്സാമിനേഷൻ വെക്കും. ആ റിട്ടേൺ എക്സാമിനേഷനിലെ മാർക്ക് വെച്ചിട്ടാണ് നിങ്ങളെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ കൊണ്ടുവരുന്ന ആ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ബോഗസ് ആണോ എന്ന് സംശയമുള്ള യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്കൊരു ടെസ്റ്റ് വെക്കും, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലൂടെ നിങ്ങൾക്കൊരു പരീക്ഷ വെക്കും. ആ പരീക്ഷയുടെ മാർക്ക് മനസ്സിലാക്കി നിങ്ങൾ മെറിറ്റോറിയസ് ആണെന്ന് കണ്ടാൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. ഇനി മൂന്നാമതൊരു ഗ്രൂപ്പുണ്ട്. അവർ നിങ്ങളുടെ ഇൻ്റർവ്യൂ നടത്തും. റിട്ടേൺ ടെസ്റ്റ് ഇല്ല. അപ്പോൾ ടെലിഫോണിക് ഇൻ്റർവ്യൂ, ആ ടെലിഫോണിക് ഇൻ്റർവ്യൂ നടത്തും. പിന്നെ അവിടെ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇൻ്റർവ്യൂ നടത്തും. ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പെർഫോം ചെയ്താൽ, ആ പേഴ്സണാലിറ്റി ടെസ്റ്റ് പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രൊസീജിയർ ഓഫ് അഡ്മിഷൻ, എങ്ങനെയാണ് സ്കോളർഷിപ്പിനുള്ള പ്രൊസീജിയർ ഓഫ് അഡ്മിഷൻ എങ്ങനെയാണ്, ഇത് വളരെ കൃത്യമായി പഠിക്കണം. അപ്പോൾ നിങ്ങളുടെ എൻട്രി എങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കി പോകാനായിട്ട് പറ്റുന്നതാണ്. ഇനി സ്കോളർഷിപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഘട്ടം ഘട്ടമായ സ്കോളർഷിപ്പ് നേടാനായിട്ട് ശ്രമിക്കണം. ഉദാഹരണത്തിന് ആദ്യത്തെ ലെവൽ ഓഫ് സ്കോളർഷിപ്പ് വരുന്നത് 8ാം ക്ലാസ്സിലാണ്. 2ാം ക്ലാസ് മുതൽ സ്കോളർഷിപ്പ് തുടങ്ങും, 2nd സ്റ്റാൻഡേർഡ് മുതൽ. അപ്പോൾ ഇൻ്റർനാഷണൽ സ്കൂൾസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് 2ാം ക്ലാസ്സിലുള്ള സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ എന്നെ കേട്ടിരിക്കുന്ന നിങ്ങൾ ഭൂരിപക്ഷം, എ ലാർജ് നമ്പർ ഓഫ് ദ സ്റ്റുഡൻസ് ഹു ഹിയർ മീ മേ ബി സ്റ്റഡിയിങ് ഇൻ വില്ലേജ് സ്കൂൾസ്. In village schools, you may not have that much of language capacity and knowledge to compete in a scholarship. So, usually in Kerala, we prefer to start a scholarship from the 8th standard. 2ാം ക്ലാസ് തൊട്ടുള്ള സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ 5 ഉണ്ടെങ്കിലും അതെല്ലാവർക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ 8ാം ക്ലാസ് തൊട്ടുള്ള സ്കോളർഷിപ്പ് തൊട്ട് വളരെ സീരിയസ് ആയി നിങ്ങൾ കണ്ടസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് 8ാം ക്ലാസ് തൊട്ട് സ്കോളർഷിപ്പ് ഓപ്പൺ ആവും. ആ ഓപ്പൺ ആവുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ ഒരു 5000 രൂപ മാസം കിട്ടുന്നൊരു സ്കോളർഷിപ്പ് നേടിയെടുത്തു, അല്ലെങ്കിൽ 2000 രൂപ കിട്ടുന്നൊരു സ്കോളർഷിപ്പ് നേടിയെടുത്തു. അത് വീട്ടിലൊരു അഡീഷണൽ ഇൻകമായി. പിന്നെ നമ്മുടേതായ സ്കോളർഷിപ്പിൽ നമ്മൾ പഠിക്കുന്നു, അതൊരു വലിയ ആഡഡ് അഡ്വാൻറ്റേജാണ്. ആൻഡ് വെറെവർ യു ഗോ, ഇറ്റ് ഈസ് എൻ ആഡഡ് ക്വാളിഫിക്കേഷൻ. Even when you go to the civil service interview or personality test, if you have studied in your school or college with a scholarship, that matters in an interview. At least 3 times I went to the civil service interview board as a member. When a candidate is going to step into the interview room, we discuss the candidate's qualities. I have always noticed the chairman says, oh, this boy, this girl has got merit scholarship from standard 8. It's a big credit. Getting a scholarship while you are in the UP school, upper primary school, is a great qualification. If you get a scholarship from standard 2 onwards, it's advantageous. So, and after you get your 8th standard scholarship, the next level of scholarship comes at the 10th standard, when you are age 15. In the 10th standard, there are a series of scholarships. Merit scholarships are there. There is talent scholarships are there. So you can compete for those scholarship and get a scholarship of 5,000 rupees per month or 2 lakh rupees in a year. That kind of scholarships are there. Again, getting a scholarship at the 10th standard is a real advantage. Now, many of you may be planning to get into the UN Civil Service. In India, there is no coaching for UN Civil Services. Vedic IAS Academy is planning to give you a coaching in the UN Civil Services. Now, our dear MB from Trivandrum, Shashi Tharoor, he was a UN Civil Servant. Matthew Joseph sir was a UN Civil Servant. Mr. Tumarugudi, who spoke to you before me, is an UN Civil Servant. You get a starting of about 5 lakh rupees per month, and you may end up at around 1 crore rupees per month by the end of your service. But even in the UN Civil Services, they take your academic background
and from 15th year onwards, from ages 15 onwards, if you get a scholarship, that matters in the UN civil service interview. So the money is not the material, the big part of it. The fact that you got a scholarship by merit and you possess a certificate for that matters. In any international interview, it matters. Then you come to the plus 2 level. And at the plus 2 level, you get a scholarship of about 8,000 rupees per month. And many scholarships is between 50,000 to around 2 lakh, 3 lakh level. So try to get a scholarship at the plus 2 level. Now, if you get a scholarship in the 8th standard, 10th standard and the 12th standard, then wherever you go for a competitive examination, your scholarship certificate matters a lot. You get a preference over other candidates who may have performed in the examination, but you have got scholarship certificate from standard 8 onwards. So Vedic Civil Service Academy and Malayalam Manorama will give you an exposure to what are the scholarships which are starting from standard 2, what are the scholarships you get at the 8th standard, at 10th standard, and what are the possibilities opening up for you in the 12th standard. So all the persons who hear me shall plan, if you are at the school level, to get one of these scholarships when you are in the school itself. But the moment you complete plus 2, you go to the very serious level of your studies. That is your graduation. In India, we call it graduation. In Europe and America, they call it undergraduation. Now, if you take the graduate scholarships, there are a large gamut of them. Around 15,000 of admissions per year is there. Now, in the Vedic Civil Service Academy, we are classifying the scholarships according to the month in which you have to apply. So, in January of a year, how many scholarships you have to apply? Examinations may be 3 months later, 4 months later. But which are the scholarships you have to apply in January, February, March? Like that, monthly we will divide. So 1 month before the particular month, we will caution you. Look, anyone who want to compete for this scholarship, get ready. And then we will supervise you. You can bring your information and we will prepare that application, send it to you, back to you. And then route your application to that particular agency. Some scholarship agencies want to directly contact them. So you have to send it directly. Somebody else want an authority. So you can route it through the Vedic Civil Service Academy. So like that, we have to send the application the right time, or else 1 year is lost. So right time, and then get ready for the examination. So what are the syllabus, how to go about it, what are the books to read, and how is the question papers of this examination, how to, we will give you a model answer sheet, how to answer a question. So this way, we will guide you towards the scholarship examination. And then, when you get that scholarship, it is a very happy moment for us. We will call you to this place and give you the special appreciation for that. Now, when you go for the scholarships, you have to go step by step. What are the scholarships available in Kerala? You go to that list, so that some people may have problems of going abroad. Your parents are in old age, or the house requires your presence because of some reasons. So you cannot aspire to go to a foreign country. So you may prefer to attempt for that examination and get the scholarship from home. Now there are certain scholarships available for distance education. You can prepare for your degree at home, but you will get a scholarship for preparing for that. So which are the scholarships available for such a distance education?
For example, Arabic studies. There are certain universities which prepare you for a BA in Arabic. You can remain at home and write the examination, but you will get a scholarship for that. I am giving you an example. There are such scholarships. So what are the scholarships available in Kerala? Make a list of it and mark down which are the scholarships you want to aim at. So we will coach you for those. A second set of scholarship will come, All India scholarships. So central government have ordered a few scholarships, Olympiad scholarships, or the UGC scholarships, or the central government have minority scheme, women's scheme, SC/ST scheme, like that. Scholarships are available. So category wise you can apply for the central government, union government level scholarships. Then you raise your antenna. Your horizon is now the whole world. Now in the whole world, there are certain universities which are very, very prestigious. Whenever you hear the word university, you immediately say Oxford, Cambridge. World's great first universities are all in India. Nalanda, Takshashila, Vikrashala, Udantapuri, Jagadarthala, all these universities are from India. The Arabs copied us and started the Baghdad University, Cairo University, Cordoba University. In the third wave, universities came up in Europe, like the Sorbonne University of France, Milan University of Italy, like that. Along with that came the universities, Oxford, Cambridge, etc. But because British Empire ruled the world for about 150 years, there is a great prestige for a degree you get from Oxford or Cambridge. And the amount is very, very high. In Oxford and Cambridge universities, an average scholarship runs to crores, 2 crore, 2.5 crore, like that. Now, if you get a degree from there with a scholarship, rest of your life, wherever you go, you will be regarded as a top educated personality. He got a master's from Oxford. Everybody accepts you. You get a degree from Cambridge. You get a universal acceptance that he has got his degree from a very well-renowned university. If you go to universities in America, then again, certain universities have great respect. For example, Harvard. If you get an admission in Harvard, you cannot study there without scholarship because an ordinary parent cannot afford to send a child to Harvard. You have to spend about 50 lakhs rupees minimum. But if you get a scholarship, you can study in Harvard and get a degree. Now, if you get an admission in Harvard University, it is admission for 2 generations. One of your children also will get automatic admission in Harvard. So you are getting an admission not only for you, but for your child also. This is a specialty. We call them 2-generation universities. You get 1 admission and study there for 2 generations. So wherever you go, the moment your biodata is read, degree from Harvard, they immediately bow before you. A degree from Massachusetts University, they recognize you. So this kind of universities are there. Chicago University, like that there are universities. So prestigious university. If you go to Australia, James Cook University. You must have heard about the famous navigator, James Cook. There is a university named after him in the Queensland province, in a place called Townsville. It is very prestigious. If you go and get a degree from James Cook University, it is accepted as a great, renowned thing. So there are such universities. So try to get into one of such universities with a scholarship. You get a degree, renown, and great respect. This is what matters. But when you go for this degree, you will wonder at the variety available.
In India, BSc chemistry, that's all. But international university, there are 100 types of chemistries available. Analytical chemistry, physical chemistry, molecular chemistries, the microorganism chemistry, like that. There's a wide variety of subjects. If you, in India, you can get a degree in astronomy. But in America, there are 140 types of astronomies you can study. Economics, wonderful branch. Earth science, hundreds of scholarships are available. Hundreds of types of degrees are available. So, when you try for such a university, first thing you have to take on is you have to study a prospect study. How much is the employment possibility of that degree? Which are the professions which have maximum employment possibility? International studies show there are 3-4 areas where employment possibilities are very high. The highest number of possibilities for food technology. All the 750 crore people have to eat, you know. So food technology is a wonderful science. How to cook a fish curry? There are 500 types of fish curries. So how to cook it? It's a big science. So if you go to Europe or America, one of the highest salaries offered for Oriental cook. Oriental cook means a fellow who can cook food according to the way Indians, Chinese and the Japanese people like. That is Oriental cook. In India, അവൻ ഇവിടെ കുശിനിക്കാരനാണ്, പാചകക്കാരനാണ്, കളിയൊക്കെ പറയും ഇന്ത്യയിൽ. പക്ഷേ ഓറിയൻ്റൽ കുക്ക് എന്ന് പറഞ്ഞാൽ അയാൾ വളരെ റെസ്പെക്റ്റബിളാണ്. യൂറോപ്പിലും അമേരിക്കയിലോ ദാറ്റ് പേഴ്സൺ ഈസ് ഹൈലി റെസ്പെക്റ്റഡ്. കുക്ക് employment is sure. Second one is called fashion technology. See, 750 crore people are there on the earth. Everyone have to dress 365 days in 365 ways. There are some women who dress 3 types of dresses during the same course of the day. Dress changing 3 times of the day. Some film stars, etc. So, fashion technology is a wonderful science. Job is assured. But in India, people would go, അവളേതോ ഒരു ഫാഷൻകാരിയാന്ന് പറയും. പക്ഷേ ലോകത്തിൻ്റെ സിറ്റുവേഷൻ അങ്ങനെയല്ല. This alternative energy, the highest number of jobs are available for alternative energy. Solar energy, wind energy, wave energy, like that. So, job prospect is for which degree? There is an international rating. According to the rating, you have to choose your degree. So, how to choose it? This is something which we will give you that prospects. Then you will understand highest possibilities for which degree. So, you have to select some such a degree with the scholarship. So that after studying that particular thing, you will get a must employment or job. You will get a profession in that area. So choosing that. So choosing the university, choosing the course, and then choosing the type of environment you want to study. Some students from Kerala went to a course in Russia. But after 4 months, the students called back and said, impossible. Because temperature reaches minus 40 degree, minus 50 degree. The student cannot survive. Because in Kerala, we have only 2 climates, hot and very hot. So after living in a society 28 degrees centigrade to 34 degrees centigrade, going into minus 40 degrees centigrade is horrible. You cannot study there. If you select to go for a course in Sudan or in Sahara Desert, very difficult to survive in that thing. So whether you are climatically adjustable in that country or that particular university, you have to make a study. Then only you have to choose. After getting a scholarship, you go there, and if you don't study it, you get a penalization. ഉഴപ്പി തല്ലി തിരിച്ചു വരാൻ ശ്രമിച്ചാലേ അവന്മാർ വിടുകയില്ല, പിടികൂടും. അപ്പം പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ആ തണുപ്പ് പറ്റുമോ, ഈ ചൂട് പറ്റുമോ, ഇന്ത്യയുമായി ഏകദേശം പറ്റിയ ക്ലൈമറ്റ് ആണോ, ഇത് പഠിച്ചിട്ടേ പോകാവൂ. അപ്പോൾ ഇവിടെ ഒരു സെലക്ഷൻ ആവശ്യമുണ്ട്. ഒരു ജനറൽ നോളജിൻ്റെ പാർട്ടുണ്ടെങ്കിലേ അത് സെലക്ട് ചെയ്യാൻ പറ്റുമോ. പിന്നെ പഠിക്കാൻ പോകുമ്പോൾ എന്തെല്ലാം അലവൻസ് കിട്ടും. ചില സ്കോളർഷിപ്പിന് ഹോസ്റ്റൽ അലവൻസ് ഇല്ല. അപ്പോൾ ഹോസ്റ്റൽ അലവൻസ് നമ്മൾ ചിലവഴിക്കണം.
ചില സ്കോളർഷിപ്പിന് ഫുഡ് അലവൻസ് ഇല്ല, അപ്പോൾ ഫുഡ് നമ്മൾ ചിലവാക്കണം, അക്കോമഡേഷൻ ഫ്രീ ആണ്. ചില സ്കോളർഷിപ്പിനോടൊപ്പം ലൈബ്രറീസ് ഇത് കിട്ടും, അക്കോമഡേഷൻ കിട്ടും, ഫുഡ് കിട്ടും. ഇങ്ങനെ ഏതെല്ലാം ഐറ്റമാണ് സ്കോളർഷിപ്പ് കിട്ടുക. ചിലതിന് ട്യൂഷൻ ഫീസ് മാത്രമേ സ്കോളർഷിപ്പ് ഉള്ളൂ, മറ്റേ എക്സ്പെൻസസ് നമ്മൾ ചിലവഴിക്കണം. അപ്പോൾ ആകെ ചിലവ് എത്ര ആവും, അതിൽ സ്കോളർഷിപ്പ് എത്ര കിട്ടും, നമ്മുടെ ഇന്ന് എത്ര ചിലവാക്കണം, ഇത് കൃത്യമായ ഒരു അനാലിസിസ് നടത്തിയാലേ സ്കോളർഷിപ്പ് തിരഞ്ഞെടുക്കാവും. അല്ല ഏതെങ്കിലും സ്കോളർഷിപ്പ് കിട്ടി ഇറങ്ങി പുറപ്പെട്ട കളയരുത്, വലിയ അപകടമായി പോകും. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും. ഉദാഹരണത്തിന് ഞാൻ BSc കെമിസ്ട്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഫോർഡ് ഫൗണ്ടേഷൻ്റെ സ്കോളർഷിപ്പ് കിട്ടി. 90% തുക ഫോർഡ് തരും, 10% നമ്മൾ ചിലവഴിക്കണം. നമ്മൾ ചിലവഴിക്കേണ്ട 10% വർക്കൗട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി മുതലാവില്ല, ഞാൻ ആ സ്കോളർഷിപ്പ് പോയില്ല. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പാർട്ട് പേയ്മെൻറ്റേ ഉള്ളെങ്കിൽ സ്കോളർഷിപ്പ് എത്ര തരും, നമ്മളെത്ര എടുക്കണം, ഇതിനെപ്പറ്റി കൃത്യമായൊരു അനാലിസിസ് ഉണ്ടായിരിക്കണം, എന്നിട്ട് എടുക്കാവും. കഴിവതും മുഴുവൻ ഫണ്ട് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പാണെങ്കിൽ വളരെ സഹായകരമായ സംഭവമാണ്. ഇനി ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലൊക്കെ സ്കോളർഷിപ്പിൻ്റെ ഭാഗമായി നമ്മൾ ഇവിടുന്ന് ഇംഗ്ലണ്ടിൽ പോകുന്നതും തിരിച്ചു വരുന്ന പ്ലെയിൻ ടിക്കറ്റ് വരെ അതിനകത്ത് ഇൻക്ലൂഡാണ്. പക്ഷേ ചിലതിന് നമ്മൾ യൂണിവേഴ്സിറ്റി ചെന്ന് കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് തുടങ്ങും. അപ്പോൾ ഇവിടുന്ന് ആ യൂണിവേഴ്സിറ്റിയിൽ ചെല്ലുന്ന വരെയുള്ള എക്സ്പെൻസസ് നമ്മൾ എടുക്കണം. അപ്പോൾ ഇവിടെയും നമ്മൾ ആ നോളജ് കറക്റ്റായിട്ട് എടുക്കണം. അപ്പോൾ വേദിക് IAS അക്കാഡമി വഴി നിങ്ങളൊരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ആ സ്കോളർഷിപ്പിനെ പറ്റിയുള്ള കംപ്ലീറ്റ് വിവരം ഞങ്ങൾ ഒരു 60 ദിവസത്തെ റിസർച്ച് കൊണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്കോളർഷിപ്പ് സെർച്ച് ചെയ്ത് ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് തരും. ഈ സ്കോളർഷിപ്പിൻ്റെ പ്രത്യേകത എന്താണ്, അതെന്ത് ടെമ്പറേച്ചറുള്ള രാജ്യത്താണ്, എത്രയൊക്കെ പാർട്ട് അവർ ഫണ്ട് ചെയ്യും, എത്രയൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്, നമ്മൾ എടുക്കേണ്ട തുക എത്ര വരും, ഫുൾ സ്കോളർഷിപ്പ് ആണെങ്കിൽ അതെവിടെയാണ്, അതിൻ്റെ പരീക്ഷ എന്താണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ്. ആ ഡീറ്റെയിൽസ് ഞങ്ങൾ ലബോറിയസ് പ്രോസസ്സിലൂടെ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു കുട്ടിയിരുന്ന് തന്നെത്താൻ ഈ മുഴുവൻ വിവരം ശേഖരിക്കാൻ പറ്റിയല്ല, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ശേഖരിക്കാൻ പറ്റിയല്ല, നിങ്ങളുടെ ടീച്ചേഴ്സിന് ശേഖരിക്കാൻ പറ്റിയല്ല. കാരണം ഒരു സൈറ്റിൽ കുറച്ച് വിവരം കിട്ടും, വേറൊരു സൈറ്റിൽ വേറെ കുറച്ച് വിവരം കിട്ടും. അപ്പോൾ ഇൻ്റർനെറ്റിൽ കയറിയും നേരിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടും വളരെയേറെ ഗവേഷണം നടത്തിയിട്ടാണ് വേദിക് IAS അക്കാഡമി ഈ വിവരങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്നത്. ആ ഗവേഷണത്തിലൂടെ നമുക്ക് കിട്ടിയ വിവരങ്ങൾ മലയാള മനോരമ ഇന്ന് നിങ്ങൾക്കായി ഈ വെബിനാറിലൂടെ തുറന്നു തരികയാണ്. ഇത് നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ ഈ വിധമായ ഡീറ്റെയിൽസ് നമ്മൾ തരുമ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള സ്കോളർഷിപ്പിന് മത്സരിക്കാം. ഇപ്പോൾ 900 സ്കോളർഷിപ്പ് ഉള്ളതിൽ ഈ 30,000-ഓളം പേർക്ക് പോകാവുന്ന സ്കോളർഷിപ്പ് ഉള്ളതിൽ ഏതിന് മത്സരിക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ വേദിക് IAS അക്കാഡമിയുടെ സഹായത്തോടുകൂടി അതിൻ്റെ ആപ്ലിക്കേഷൻ തയ്യാറാക്കി നിങ്ങൾ അയച്ച് അതിൻ്റെ ടെസ്റ്റ് അണ്ടർഗോ ചെയ്ത് ആ ടെസ്റ്റിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് ആ സ്കോളർഷിപ്പിന് ക്വസ്റ്റ്യൻ വരിക, ഇതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങളെ ആ സ്കോളർഷിപ്പിനായി മത്സരിക്കാൻ. അങ്ങനെ നിങ്ങൾ മത്സരിച്ച് ആയിരക്കണക്കിന്, അതായത് 30,000-ഓളം പേർക്ക് സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഒരു 900 ഇൻഡിവിജ്വൽ സ്കോളർഷിപ്സ് ഉണ്ട്. ആ സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഈ വലിയ പ്രയത്നഫലമായി നിങ്ങൾക്കൊരു സ്കോളർഷിപ്പ് നേടി ജീവിതത്തിൻ്റെ ഔന്നത്യത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നു. ഇന്ന് 3.5 കോടി ആളുകളാണ് ഇന്ത്യക്കാർ വിദേശത്തുള്ളത്, NRIs എന്ന് പറയുന്നവർ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കയിൽ മാത്രം 54 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. 54 ലക്ഷം. ജനുവരി 1, 2021 കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അമേരിക്കയിലെ മൈനോറിറ്റീസിൽ ഏറ്റവും വലുത് യഹൂദന്മാരായിരുന്നു, 50 ലക്ഷം. മുസ്ലിങ്ങൾ അവരെ 2 കൊല്ലത്തിന് ഓവർടേക്ക് ചെയ്തു, 52 ലക്ഷം. പക്ഷേ ഇന്ത്യക്കാരെ ഒരു മൈനോറിറ്റി ആയിട്ട് കൂട്ടുകയാണെങ്കിൽ അമേരിക്കയിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ മൈനോറിറ്റി ഇന്ത്യക്കാരാണ്, 54 lakhs. അതിൽ സിറ്റിസൺഷിപ്പ് കിട്ടിയവർ തന്നെ 25 ലക്ഷത്തിന് മുകളിലാണ്. അവിടെയാണ് ഒരു ഇന്ത്യക്കാരിയുടെ കൊച്ചുമോൾ വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിച്ചപ്പോൾ വോട്ട് ചെയ്യാൻ കുറേയേറെ ഇന്ത്യക്കാരുണ്ടായിരുന്നു. 68% ഇന്ത്യക്കാർ വൈസ് പ്രസിഡൻറ്റ് വോട്ട് ചെയ്തു. ഷീ കുഡ് വിൻ ദ എലക്ഷൻ പ്രൈമറി ബിക്കോസ് ഓഫ് ഇന്ത്യൻ സപ്പോർട്ട്. ഇന്ന് ഫിജി ഇന്ത്യൻസിന് ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. മൊറീഷ്യസ് ഇന്ത്യൻസിന് ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. അങ്ങനെ 8ഓളം രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ ഭൂരിപക്ഷമുണ്ട് ലോകത്തിൽ. ആ മൈഗ്രേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ 58 ലക്ഷം പേര് കേരളത്തിന് പുറത്താണ്. 58 ലക്ഷം പേർ. അതിൽ 7 ലക്ഷത്തോളം പേർ അക്കമ്പനി ഹസ്ബൻഡ്സ് പോയതാണ്. ബാക്കി ഒരു 48 ലക്ഷം പുരുഷന്മാരാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ വിദേശ രാജ്യത്ത് പോയി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ UN സിവിൽ സർവീസിന് ലിസ്റ്റ് എടുക്കുമ്പോൾ ജനിച്ച സ്ഥലമല്ല എടുക്കുന്നത്, എവിടെയാണോ നിങ്ങൾ താമസിച്ച് വർക്ക് ചെയ്യുന്ന ആ രാജ്യത്തിൻ്റെ കോട്ടയിലാണ് നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങളിപ്പോൾ സൗദി അറേബ്യയിലോ കുവൈറ്റിലോ ഒക്കെ ആണെങ്കിൽ ആ രാജ്യത്തിൻ്റെ കോട്ടയിൽ നിങ്ങൾക്ക് മത്സരിക്കാം. നിങ്ങൾ അമേരിക്കയിൽ യൂണിവേഴ്സിറ്റീസിലാണ് പഠിക്കുന്നതെങ്കിൽ അമേരിക്കയ്ക്ക് UN സിവിൽ സർവീസിലുള്ള കോട്ട ഉണ്ടല്ലോ, ആ കോട്ടയ്ക്കെതിരെ നിങ്ങൾക്ക് മത്സരിക്കാം. അപ്പോൾ ഈ സ്കോളർഷിപ്പ് കിട്ടി വിദേശ രാജ്യത്ത് പോയി പഠിക്കുമ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കിട്ടുകയാണ്. അവിടുത്തെ ചാൻസസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇനി നിങ്ങളവിടെ പോയി പഠിച്ച് നിങ്ങൾക്ക് മക്കൾ ജനിക്കുമ്പോൾ അതിനുകൊണ്ടൊരു ഗുണം. അമേരിക്കയിൽ പോയി പഠിക്കുന്ന സമയത്താണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ കുട്ടി അമേരിക്കയിൽ ജനിച്ചാൽ അമേരിക്ക ഭൂഖണ്ഡത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ജനിക്കുന്നവരുള്ള അമേരിക്കൻ സിറ്റിസൻസാണ്. നിങ്ങൾ ചിലപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടി അമേരിക്കക്കാരനായി ജനിച്ച് അമേരിക്കക്കാരനായി വളർന്ന് അമേരിക്കൻ പൗരത്വം എടുത്ത് അവിടെ ജീവിക്കും. അപ്പോൾ സ്കോളർഷിപ്പ് നേടി വിദേശത്ത് പോയി പഠിച്ച് നിങ്ങളുടെ അനന്തര തലമുറയ്ക്ക് വലിയ ശോഭനമായ ഭാവി ഉണ്ടാക്കാനും ഉപകരിക്കപ്പെടും. അതതിൻ്റെ മറ്റൊരു ഭാഗം ആണ്. ഇനി വളരെ ശ്രദ്ധേയമായിട്ട് ഈ സ്കോളർഷിപ്പ്സ് കിട്ടി പഠിക്കുമ്പോൾ അതിന് സബ്സിക്വൻറ്റ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അതായത് നിങ്ങൾ ഗ്രാജുവേഷന് ഒരു സ്കോളർഷിപ്പ് എടുത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ അവിടെ തന്നെ ഉപരിപഠനത്തിന് പോയാൽ രണ്ടാമതൊരു പരീക്ഷ പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ കണ്ടിന്യൂയിങ് സ്കോളർഷിപ്പുള്ള പ്രോഗ്രാം ഏതൊക്കെയാണ് അത് കണ്ടുപിടിച്ച് നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഗ്രാജുവേഷന് പോയി പഠിച്ച ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ തുടർന്ന് അതേ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റും, സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്ന് വളരെ ദൂരെ പോയി വിദേശ യൂണിവേഴ്സിറ്റികളിലും വിദേശ രാജ്യങ്ങളിലും ലോകം മുഴുവൻ പഠിച്ച് ഔന്നത്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ലോകമേ തറവാട് എന്ന് നമ്മുടെ പൂർവികർ നമ്മൾ ഉപനിഷത്തുകളിൽ എഴുതി വെച്ചു. ഇന്ന് ലോകമേ തറവാടെന്ന് പറയുന്നത് സ്കോളർഷിപ്പ് നേടി പഠിക്കാൻ പോകുന്നവർക്കാണ്. നിങ്ങളുടെ വിദ്യാഭ്യാസം ലോകമേ തറവാടെന്ന തത്വത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ വലിയ സാഗരം, സ്കോളർഷിപ്പിൻ്റെ സാഗരം സിവിൽ സർവീസിന് വേദിക IAS അക്കാഡമിയിൽ പഠിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയതാണെങ്കിലും ഇന്ന് മലയാള മനോരമയുടെ സഹായത്തോടുകൂടി ലോകമെങ്ങുമുള്ള ആളുകൾക്ക് മത്സരിക്കാവുന്ന ഇറ്റ് ഹാസ് ബിക്കം an international experience now. Vedic IAS Academy and Malayalam Manorama put together is giving an exposure to the whole world. Anybody can get this help and study with a scholarship without being a liability to your parents. And in that process, study in prestigious universities, get into very high positions, and ultimately be a blessing not only to your family but to your country and everywhere. ലോകത്തിന് വെളിച്ചമായി തീരാനുള്ള വലിയ അവസരമായി അത് ഭവിക്കുകയാണ്. മലയാളികൾക്ക് ഈ കഴിവ് വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവാണ്. ലോകത്ത് എവിടെ പോയാലും അഡ്ജസ്റ്റ് ചെയ്യാനും ഉയരാനുമുള്ള കഴിവാണ്. ഇവിടുന്ന് ഒരു മലയാളി പോയി എത്യോപ്യയിൽ പോയി, പോൾ വർഗീസ് അച്ചൻ, അദ്ദേഹം പിന്നീട് ബിഷപ്പായി, പൗലോസ് മാർ ഗ്രിഗോറിയോസ്. അദ്ദേഹം അവിടെ ചെന്ന് എത്യോപ്യയിലെ അംഹാരിക് ഭാഷയ്ക്ക് ഡിക്ഷണറി എഴുതി ആ സാഹിത്യത്തെ പരിപോഷിപ്പിച്ചു. മറ്റൊരു മലയാളി ഇവിടുന്ന് ഓസ്ട്രേലിയയിൽ പോയി ഓസ്ട്രേലിയയിലെ മൗറികളെ പറ്റി പഠിച്ച് PhD എടുത്തു. അവസാനം മൗറികളെ പറ്റി ആധികാരികമായ ഗന്ധം മലയാളിയുടേതാണ്. ഇവിടുന്ന് മറ്റൊരു മലയാളി പഞ്ചാബിൽ പോയി, പഞ്ചാബിൽ ചെന്ന് റാണ രഞ്ജിത് സിംഗിൻ്റെ മന്ത്രിസഭയിൽ അംഗമായി. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം കൊണ്ട് പഞ്ചാബിനെ അമ്പരപ്പിച്ചു മറ്റൊരു മലയാളി. കേരളത്തിൽ നിന്ന് മറ്റൊരു മലയാളി VP നായർ ഇവിടുന്ന് പോയി ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ മുഴുവൻ യോജിപ്പിച്ച് ഒന്നാക്കിയെടുത്ത മൗണ്ട് ബാറ്റൻ പ്രഭുവും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും വല്ലഭായ് പട്ടേൽ ഉൾപ്പെട്ട ആ ടീമിനെ സഹായിച്ചത് VP നായരാണ്. അദ്ദേഹം അവിടെ ചെന്ന് ഇന്ത്യ എന്നൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ സഹായിച്ചു. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്ത് പോയി അത്ഭുതം കാട്ടിയിട്ടുള്ളവരാണ് മലയാളികൾ. കേരളത്തിലെ ഒരു കാലടിയിൽ നിന്ന് ശങ്കരാചാര്യർ പുറപ്പെട്ട് അദ്ദേഹം ഹയർ എഡ്യൂക്കേഷന് പോയത് നർമ്മദയുടെ തീരത്താണ്. ഗോവിന്ദ ഫാദറുടെ ശിഷ്യനായി അവസാനം തൻ്റെ അദ്വൈത ഫിലോസഫിയിലൂടെ ലോകം പിടിച്ചടക്കിയ മഹാനായ ഫിലോസഫറായി മാറി ശങ്കരാചാര്യർ.
അങ്ങനെ കേരളത്തിൽ ജനിച്ച് ലോകത്തിൽ അത്ഭുതം സൃഷ്ടിച്ച ഒരുപാട് പേരുണ്ട്. ഇന്ന് കേരളത്തിൽ ജനിച്ച് സ്കൂളിലും കോളേജിലൊക്കെ എത്തി നിൽക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിശ്വ പൗരന്മാരായി ലോകത്തിലെ വലിയ യൂണിവേഴ്സിറ്റീസിൽ പഠിച്ച് അത്ഭുതം സൃഷ്ടിക്കാൻ ഇതാ വേദിക് IAS അക്കാഡമിയും മലയാള മനോരമയും കൂടി ഒരു അത്ഭുത ലോകം ഒരുക്കിയിരിക്കുന്നു. നിങ്ങളേവരും ഈ ലോകത്തിലേക്ക് പ്രവേശിച്ച് ജീവിതത്തിലെ ഉയരങ്ങൾ നേടിയെടുക്കാനും ലോകത്തിന് അത്ഭുതകരമായ സംഭാവനകൾ ചെയ്യുവാനും കഴിഞ്ഞിരിക്കണം. മലയാളികൾക്ക് ആർക്കും ഇതൊരു നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല. ഇന്ത്യക്കാർ 10 പേർ കിട്ടിയെങ്കിലും അതിൽ 4 പേര് ബംഗാളികളും 2 പേര് തമിഴ്നാട്ടുകാരും ഒക്കെയാണ്, ആന്ധ്രാക്കാരൊക്കെയാണ്. ഒരുപക്ഷെ ഈ സ്കോളർഷിപ്പിലൂടെ ലോകത്തിലെ നല്ല യൂണിവേഴ്സിറ്റീസിൽ പോയി പഠിച്ച് നിങ്ങളിലൊരാളായിരിക്കും ഒരുപക്ഷെ നോബൽ സമ്മാനം കിട്ടുന്ന ആദ്യത്തെ മലയാളിയായി വരാൻ പോകുന്നത്. അതുകൊണ്ട് ആ വലിയ ഔന്നത്യത്തിലേക്ക് എത്താൻ വേദിക് IAS അക്കാഡമി ഒരുക്കിയ ഈ വലിയ പന്ഥാവിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ വലിയ 2 ദിവസത്തെ വെബിനാറിലൂടെ അതിൽ നേരിടുന്ന അറിവിലൂടെ ഈ പന്ഥാവിലേക്ക് വന്ന് ലോകത്തിലെ വിജയം വരിച്ച വ്യക്തികളുടെ ലിസ്റ്റിലേക്ക് എത്താൻ എന്നെ കേട്ടിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് ഈശ്വരൻ വിജയം തരട്ടെ.